ഇതിനകത്തുണ്ടോ? ഇത് കാണാനാണ് നമ്മള് പോവാൻ നിന്നേ. ഇത് കണ്ടോ, ഓരോ സ്ഥലത്തും കുരങ്ങന്മാരെ കെട്ടിയിട്ടുണ്ട്. ആ കുരങ്ങനാ വച്ച് കടിച്ചിരുന്നു. എന്റെ കിടുങ്ങാവണ പറിച്ചോണ്ട് പോവാ. പണ്ടത്തെ സിമെന്റ്. ഇത് കളിമണ്ണല്ലേടാ. തീർന്നിട്ട് വീട്ടിൽ തന്നെ പറഞ്ഞാൽ മതിയോ? ഉണ്ടോ? ക്യാഷ് ഉണ്ടോ? നോക്കട്ടെ. ഇപ്പൊ എവിടെ നിൽക്കുന്നതെന്ന് പറ. ഗൈസ്, ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഗൈസ് ഞങ്ങളിപ്പോ റെഡ് ഫോർട്ടിലാണ്. ആഗ്രയിലേക്ക് റെഡ് ഫോർട്ട്, ലാൽ കില. മൂഞ്ചി പോയി. ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്നത് ആഗ്ര ഫോർട്ടിലാണ്. ആഗ്രയിൽ വന്നാൽ രണ്ട് സ്ഥലങ്ങളെ വിസിറ്റ് ചെയ്യാവുള്ളൂ. ഒന്ന് നമ്മുടെ താജ്മഹൽ, അത് കഴിഞ്ഞത് ആഗ്ര ഫോർട്ട്. നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ആഗ്ര ഫോർട്ട് വന്നൊക്കെയാണ്. എൻ്റെ പുറകെ കാണുന്നതാണ് ഗൈസ് പടുകൂറ്റൻ ആഗ്ര ഫോർട്ട്. ഫ്രണ്ട്സ്, ബാഗൊക്കെ വെക്കണമെങ്കിൽ ഇവിടെ 10 രൂപ കൊടുത്താൽ ഇവിടെ ബാഗ് വയ്ക്കും. ഒരു ബാഗിന് 10 രൂപ വെച്ചാണ് ഗൈസ്. പിന്നെ 7 കിലോ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ്, മുടിഞ്ഞ വെയിലാണ്, അതുകൊണ്ട് ആ മാളവിക എനിക്ക് സൺസ്ക്രീൻ ഇട്ട് തരുവാണ് ഗൈസ്. മാളവിക സൺസ്ക്രീൻ തിന്നു കുറച്ച് വായർന്ന് അതിനകത്തൂടെ എടുത്തിട്ട്. ആക്ച്വലി നിന്നെ കണ്ട ഇവിടുത്തെ പെണ്ണുങ്ങളെ പോലെ ഇരിക്കണേടി, ഒട്ടത്തികളെ പോലെ. സോറി. നമുക്ക് പോവാം ഗൈസ്. ഒട്ടത്തിൻ നമ്പർ 2. റെഡ് ഫോർട്ടിനേക്കാളും വലുതല്ലേടാ ഇത്? അല്ലേ? റെഡ് ഫോർട്ട് ഇതിലും വലുതാണോ? ഇതിലും ദൂരം ഉണ്ടോ? ഓട്ടോ പിടിച്ച പോലെ. മോനെ എന്തുട്ടിത്? ഹൈ നിജമോനെ, എന്തുട്ടിത്? നീ വാ. പാവത്തിന്റെ ലോലിപ്പോപ്പ് കഥ പിടിച്ചെടുത്തോണ്ട്. എന്നാ രാജ്യം ഇതന്നെ വെള്ളരിക്കപ്പെട്ടോ? കേസ് കൊടുക്കണം പൊട്ടച്ച. खाके जाएगा, खाके जाओ कैमरा. മോനെ, കോട്ട എന്ന് പറഞ്ഞ ഇതാണ് കോട്ട അല്ലടാ ലിജോ? കുട്ടിച്ചാത്തൻ കോട്ടയല്ല, ഇത് ആഗ്ര ഫോർട്ട്, ആഗ്ര കോട്ട. എന്താ പറ നീ എന്നെ പറ, പരിചയപ്പെടുത്തു. പറയടി. ശത്രുക്കളുടെ ആക്രമണമൊക്കെ വരുമ്പോ അമ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഓരോരോ ആയുധങ്ങൾ ആണല്ലേ? ജോയലിന്റെ ബുദ്ധി വിമാനം തന്നെ. പ്രേക്ഷകരെ നോക്കി നീ എന്നാടാ പറയുന്നത്? എന്നാ വർത്താനം കണ്ടോ? ഒരു കാര്യം നീ പുച്ഛിക്കുന്നു. പാടവാതിലിന്റെ മറ്റേ അടയ്ക്കുന്ന ചങ്ങല സെറ്റ് മറ്റേ ബാവുലിലൊക്കെ കണ്ടിട്ടില്ലേ? ഓ ശരിയാ കേട്ടോ, അത് വലിച്ചിട്ട് അടയ്ക്കും അല്ലേ? പക്ഷെ താഴെ വാതിലാണല്ലോ. ഇതിനകത്ത് കയറാൻ ഒരു അറേബ്യൻ സെറ്റപ്പ് അല്ലേ? അറേബ്യൻ സെറ്റപ്പ്. ഒരു അറബി ഇതിലെ കൂടെ പോകുന്നുണ്ടോ? മാഫി ഫിലൂസ് മാഫി മുഷ്കിൽ അൽ ഖതൽ വഖ. പണ്ടത്തെ സിമെന്റ്. ഇത് കളിമണ്ണല്ലേടാ? കളിമണ്ണിന്റെ ചുണ്ണാമ്പൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറക്കാൻ വേണ്ടിയിട്ട് വെറും കളിമണ്ണ് ഇത്രയും പൊക്കം നിൽക്കും. ഓ അതാ ഓഗ്. ഇത് കാണുമ്പോ എനിക്ക് സെൻട്രൽ ജയിലാടാ ഓർമ്മ വരുന്നത്. പൂജപ്പുര ഉണ്ട്. ഇവിടെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? നീ എങ്ങനെ കണ്ടുപിടിക്കുന്നു? നക്കി നോക്കിയാ എടാ, അത് കളറ് മങ്ങിയടേക്കാ. ഇത് അവർ രണ്ടാമത് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടല്ലേ, പൂശി വെച്ചിട്ടുണ്ട്. രണ്ടാമത് ചെയ്തേക്കുന്ന ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ കയറി വന്നപ്പോൾ ഉള്ള വ്യൂ ഇതാണ്.
എത്ര ദിവസം എടുത്താണ് ഗൈസ് ഇതൊക്കെ പണി തീർക്കാൻ. പണ്ടൊക്കെ ഇന്നത്തെ പോലത്തെ അത്രയുള്ള ഒരു ടൂൾസുകളോ കാര്യങ്ങളോ മെഷീൻ പവറോ ഒന്നുമില്ല. എന്നിട്ട് അവർ പണി തീർത്തൊക്കെ നോക്കിയാൽ ഗൈസ്. ആൾക്കാരൊക്കെ ഉച്ചയായതുകൊണ്ട് നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് ഒരു ഊർജ്ജമൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. അല്ലടാ, നല്ല വെയിലില്ലേ? അതെ, ലിജോ ആകർഷിക്കുക വെയിലിന്. പിന്നെ നിക്കറിട്ടേക്കണോണ്ട് എല്ലാം കൂടെ കാറ്റ് കയറിക്കോ. നമുക്കൊന്ന് കറങ്ങിട്ടൊന്നിരുന്നല്ലോ. ഇത്ര ഏരിയ വെറുതെ കിടക്കായിരിക്കും ഒരു ഭാഗം, പിന്നെ വീണ്ടും നടന്നെടുത്തത്. പിന്നെ റെഡ്ഫോർഡിനെ 4 കണ്ടിച്ചാ അതിലൊരു കഷ്ണം ഇതിലും വലുതായിരിക്കും. നമുക്ക് വേറെ ഉള്ള സ്ഥലത്തും പോവാം. ഇതൊക്കെ ഇങ്ങനത്തെ സാധനം തന്നെ കണ്ട് ഒരു വരുവായി. എന്താ മണാലി? ഒന്നോട് പറ. ഓ സുഹറ, കറക്റ്റ് നിന്നെ കാണാൻ മുസ്ലിം പിള്ളേരെ പോലെ ഉണ്ടടി. മൊഞ്ചത്തികള്, തൃശ്ശൂരിലെ മൊഞ്ചത്തി. കിണറാണ് ഗൈസ്, ബിഗ് കിണർ. സ്റ്റെപ്പ് അല്ല കേട്ടോ, ഇതിന്റെ അകത്ത് ഇറങ്ങി നമുക്ക് ചെന്ന് വെള്ളം എടുക്കാൻ പറ്റും. കാണാൻ പറ്റടാ അകത്ത്. എന്റെ പ്രേക്ഷകരൊന്ന് കാണിച്ചടാ. കണ്ടു കാണുമെന്ന് അറിയില്ല ഗൈസ്. കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്നു. കോളേജ് പിള്ളേരെ അക്ബറെ ഓടി വാ കയറി വാന്നൊക്കെ. അക്ബറിന്റെ കോട്ടയാണല്ലോ. വെള്ളമുണ്ട് കേട്ടോ, ഇപ്പോഴും വെള്ളമുണ്ട് ഇതിനകത്ത്. പോവാം ഗൈസ്, ഷോപ്പിങ്ങിന് പോവാം ഗൈസ്. നീയൊക്കെ പോത്തോടെ കിടന്ന് ഉറങ്ങുന്ന ഒരു സാധനം, അതോടെ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യണം. നീ എടുത്തായിരുന്നോ വീഡിയോ? ക്ഷീണം കൊണ്ടല്ലടാ, രാവിലെ യാത്ര ചെയ്ത് വന്നതുകൊണ്ട് ഇച്ചിരി ക്ഷീണം വന്ന് ഇവിടെ വന്ന് ഇരുന്ന് ഇച്ചിരി ഉറങ്ങിപ്പോയി ഗൈസ്. അതിനാണ് അവ ഇങ്ങനെ പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോയി ഷോപ്പിങ്ങിനൊന്നും അല്ലെങ്കിലും ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് പോകാൻ വേണ്ടി ഇരിക്കുവാണ്. അതിനകത്ത് എന്തോ സാധനം ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. എന്തെങ്കിലും വെറൈറ്റി ആണെങ്കിലോ. എന്നാണ് ഇവിടെ എന്തോ ഉണ്ടെന്ന് പറയുന്നത്. കാസ്മകളോ? ഇതിനകത്തുണ്ടോ? ഇത് കാണാനാണ് നമ്മൾ പോകാൻ നിന്നേ. കാസ്മകൾ എന്തൊക്കെയാണ് ഗൈസ്? ഇതായിരുന്നു നമ്മൾ കാണാത്തൊരു സ്ഥലം, കാസ്മകൾ. ഇത്രയല്ലേ ഉള്ളൂ, തിരിച്ചു പോകാമല്ലോ. കണ്ണിക്കണ്ട സായിപ്പുമാരെ മതാമാരെ കമന്റ് അടിച്ച് നടക്കുകയാണ് ഇവരുടെയൊക്കെ പണി. കഷ്ടം. അങ്ങോട്ട് ഒരു വെളുത്ത സായിപ്പ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സ്, അപ്പോൾ ആഗ്ര ഫോർട്ടിന്റെ ചരിത്രവും അതിന്റെ ചരിത്ര പ്രാധാന്യമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കൂ ഗൈസ്. ആഗ്ര ഫോർട്ട് ഈസ് ദ ഓൺലി Agra fort is the only fort in India where all early Mughal emperors lived. എല്ലാ മുഗൾ എംപേഴ്സും ഇവിടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഫോർട്ടാണ്. ബാക്കി നിങ്ങൾ തന്നെ സമയമെടുത്ത് വായിക്കുക, ഇത്രയൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നടന്ന് ഒരു പരുവമായി. ഇവിടെ ഒരു സ്ട്രീറ്റ് ഷോപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. ആക്ച്വലി സാധാ കടകളൊക്കെ പോലെ തന്നെ ഗൈസ്, നമ്മളവിടെ ഒന്നും കയറില്ല. അപ്പോഴാണ് ഇവിടെ ഒരു പാർക്ക് കണ്ടത്. ഈ പാർക്കിനൊരു പ്രത്യേകത ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഓരോ സ്ഥലത്തും കുരങ്ങന്മാരെ കെട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും കെട്ടിയിട്ടിട്ടുണ്ട്, ഓരോ മരങ്ങളിലും. കണ്ടോ ഗൈസ്? അപ്പുറത്തുണ്ട്, ഇതാ ഇവിടെ ഉണ്ട്, അതേപോലെ തന്നെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇതൊക്കെ വലുതാണ് ഗൈസ്. കുരങ്ങനെ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു പാർക്ക്.
അപ്പൊ എന്നോട് ചോദിക്കുക എന്താ കൊരങ്ങനെ ഇട്ടിട്ടേക്കുന്നേന്ന്. അപ്പൊ അതിനെ വിളിച്ചു നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് ഞാൻ പോകുന്നത്. ഞാൻ അന്ന് ജയ്പൂര് പോയപ്പോഴത്തേക്ക് അവിടെ എലിയെ വളർത്തുന്ന ഒരു സ്ഥലത്തെ കണ്ട്. ഇതിപ്പോ കുരങ്ങനെ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു സ്ഥലം. എന്റെ അമ്മ അതിന്റെ വാലൊക്കെ നോക്ക് ഗൈസ്. ഞാൻ പയ്യനോട് ചോദിച്ചേ, ഞാൻ വിളിക്കട്ടെ പയ്യനെ? വേണ്ട വേണ്ട വേണ്ട, നീ ചോദിക്കുക എന്താ കൊരങ്ങനെ ഇട്ടിട്ടേക്കുന്നേന്ന്. കുരങ്ങനെ കെട്ടിയിട്ടാണ് വളർത്തുന്നത്. ചോദിക്കെന്നാലോ. ഇത് പ്രത്യേക ഇനത്തിലുള്ള കുരങ്ങ കേട്ടോ. വിളിക്കട്ടെ ഞാൻ? വേണ്ട വേണ്ട, ക്യാമറ കാണാൻ വേണ്ടിട്ട് നിക്കുക. आपका नाम क्या है? बताओ। सोफियन। कौन सा क्लास में पढ़ रहा हूँ? 1 2 6 क्यों ऐसा? इधर वो पेट है क्या इधर का? खाना पीना सब कुछ इधर दे दी इधर। क्यों? पेड़ों ना लगाए। ഞാൻ പേടിച്ചു കണ്ടപ്പോ. കുരങ്ങനെ വച്ച് കടിച്ചിരുന്നു. നിന്റെ കിടുങ്ങാവണില്ല പറിച്ചോണ്ട് പോവാ. ഇതിന് മുറിവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ കെട്ടാവോ ഇതിനൊക്കെ? ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പം ഏകദേശം ഈവനിങ് ടൈം ആയിട്ടുണ്ട്. 6:30. ഇന്ന് മൊത്തം വെറുതെ ഇരിപ്പായിരുന്നു ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ 2 സ്പോട്ട് മാത്രമേ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുള്ളൂ. ആഗ്ര ഫോർട്ടും താജ്മഹൽ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടത്. നമുക്കതാണ് ഗൈസ് പറ്റിപ്പോയത്. നമ്മൾ നേരത്തെ വന്നിട്ട് വണ്ടി ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് 6:30 ആയിപ്പോയി ഈവനിങ്. സോ അത്രയും സമയം നമ്മൾ 2 സ്ഥലവും വിസിറ്റ് ചെയ്തിട്ട് ചുമ്മാ നടക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ആഗ്രയിലെ സ്വീറ്റ്, പ്രധാനപ്പെട്ട സ്വീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇതാണ് ആഗ്ര കാ പേട. 4 ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആഗ്രയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണണമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തത് ഇവിടെ ബെല്ലൈക്കണും കൂടെ അല്ലേ? ബെല്ലൈക്കണും കൂടെ ഇളയപ്പോൾ ചെയ്യാനാണ് ലിജോ പറയുന്നത്. ലിജോ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല.